നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാവുകയാണ്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPM ധാരണയിലെത്തിയതിന് പിന്നാലെ CPI എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും അഭിമാന പോരാട്ടമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞത് 20 മണ്ഡലങ്ങളും തങ്ങൾക്ക് ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്കകം സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. UDF സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഉടൻ തന്നെ വീണ്ടും നിയമസഭാ സമ്മേളനം ഇതിന്റെ അവസാന ദിവസം അന്ന് കൂടാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാഗ്രി യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ UDF-ന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി UDF യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരനിശ്ചിതവും ഞങ്ങൾക്കില്ല. മുസ്ലിം ലീഗിന് അനിശ്ചിതം ഉള്ളതായിട്ട് നിങ്ങളോട് അവരാരും പറഞ്ഞിട്ടുമില്ല. ഒരനിശ്ചിതത്വവും ഇല്ല. കാരണം സമരാഗ്രി പരിപാടി നടക്കുന്നത് കൊണ്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി അവരും കൂടി പങ്കെടുത്താലല്ലേ UDF-ന്റെ യോഗം കൂടാൻ പറ്റും. അതുകൊണ്ട് അല്പം നീണ്ടുപോയി. ഈ 1-2 ദിവസത്തിനകം തന്നെ UDF യോഗം എന്ന് കൂടുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയപ്പോൾ ആറ്റിങ്ങലിൽ V മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഡാൻ കുര്യനും MS സനീഷ് കുമാറും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ കുര്യനിലേക്ക് ആദ്യം. ഡാൻ, സ്ഥാനാർത്ഥി ചർച്ചകൾ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും. CPM ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കാര്യങ്ങൾ. കോൺഗ്രസിന്റെ ഭാഗത്തും ഏതാണ്ട് ഉറപ്പാണ്, ആലപ്പുഴ ഒഴിച്ച്. മറിച്ച് BJPയും ചില സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ പശ്ചാത്തലം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി? എവിടെയൊക്കെയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പ്രചരണമടക്കം ആരംഭിക്കാനുള്ള ശ്രമങ്ങളിലാണോ മുന്നണികൾ? രഞ്ജിത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇറങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ്. CPM ഒരുപടി മുമ്പിലാണ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നത്. 27-ാം തീയതിയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഏതാണ്ട് 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. വൈകാതെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഇന്ന് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് പട്ടത്തെ ഓഫീസിൽ ചേരുകയുണ്ടായി. അതിൽ ബിനോയ് വിശ്വം, അതായത് നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നത് 26-ാം തീയതിയായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുകയെന്നാണ്. എന്തായാലും തൃശൂരിൽ VS സുനിൽകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ശക്തിയായ എതിരാളി എന്ന നിലയിൽ ആനി രാജയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ജയം, അതല്ലെങ്കിൽ കടുത്ത പോരാട്ടം. ജയം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുക. അത്തരത്തിലുള്ള ചർച്ചകളാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP നമുക്കറിയാം, സുരേഷ് ഗോപി തൃശൂരിൽ നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ചതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിന് എത്തുന്ന സാഹചര്യമുണ്ടാകാം. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതിന് ഇടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന 27-ാം തീയതി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തേക്കുള്ള സന്ദർശനം അത് BJPയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കമായി തന്നെ മാറാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത, രഞ്ജിത്ത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സമരാഗ്നിയുടെ ഭാഗമായുള്ള യാത്രകൾ 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സിറ്റിംഗ് MP-മാർ മത്സരിക്കണമെന്ന പൊതുവികാരമായിരുന്നു പാർട്ടിയിൽ മുഴുവനായി ഉയർന്നിരുന്നതെങ്കിലും വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ KK ശൈലജ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ശക്തമായ മത്സരത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നതെന്നൊരു പൊതു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP-മാർ എന്നതിനപ്പുറം ജയസാധ്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടത് എന്ന ഒരു പൊതു വിലയിരുത്തലാണ് നേതൃത്വത്തിനിടയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, തുടരുക ഡാൻ. ഏതായാലും തെരഞ്ഞെടുപ്പ് കളം കാര്യമായി തന്നെ
അവിടെ സ്ഥാനാർത്ഥി നിർണയം അടക്കം പുരോഗമിക്കുന്നുള്ളതാണ്. മുൻപേ കൂട്ടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ CPM അടക്കം നടത്തിയത്. BJPയുടെ കളമാണ് ഇനി തെളിയാനുള്ളത്. കോൺഗ്രസിലും ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ CV അനുമോദ് കൂടിയുണ്ട്. അനുമോദ്, ഇന്നലെ അവിടുത്തെ മലപ്പുറത്തെ പ്രധാനപ്പെട്ട 2 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം, KS ഹംസ എന്ന അത്ഭുത സ്ഥാനാർത്ഥി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഹംസയിൽ നിന്ന് CPM പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. സമാനമായി നേരത്തെയും ഇത്തരം ആളുകളെ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾ, അൻവറിനെ പോലുള്ള ആളുകൾ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾ CPM നടത്തിയിരുന്നു. അതേ കളി മലപ്പുറത്ത് വീണ്ടും സംഭവിക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? കാരണം KS ഹംസ പ്രധാനപ്പെട്ട ലീഗ് നേതാവായിരുന്നു നേരത്തെ. CPM ഇപ്പോൾ ഒന്നുകൂടി കയറി കളിച്ചിരിക്കുകയാണ്. എന്താണ് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? 2009 മുതൽ പൊന്നാനി ഇടതുപക്ഷം പയറ്റുന്ന തന്ത്രം ആവർത്തിക്കുകയാണ് ഇത്തവണയും. 2009 ഹുസൈൻ രണ്ടത്താണിയായിരുന്നു അദ്ദേഹത്തിന് മീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു ഹുസൈൻ രണ്ടത്താണി. അദ്ദേഹത്തിന് AP വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, PDPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വിജയം നേടാൻ കഴിഞ്ഞില്ല. 2014 B അബ്ദുറഹ്മാനെ രംഗത്തിറക്കിയായിരുന്നു പരീക്ഷണം. അദ്ദേഹം അന്ന് കോൺഗ്രസ് നേതാവായിരുന്നു. അതിനുശേഷം PB അൻവറിലേക്ക് എത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ വിജയകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും വോട്ട് പിടിച്ചത് B അബ്ദുറഹ്മാൻ മാത്രമാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലേക്കുള്ള ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിനിടയിലാണ് KS ഹംസ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പൊന്നാനിക്ക് വരുമെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ലീഗ് വിരുദ്ധരുടെ വോട്ടുകൾ തന്നെയാണ്. നമുക്കറിയാം, ലീഗിലെ നേതൃത്വത്തെ പലതവണ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് KS ഹംസ. അദ്ദേഹത്തിന് AP വിഭാഗത്തിന് പിന്തുണയുണ്ട് എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഒപ്പം തന്നെ സമസ്തയും ലീഗുമായി ഇപ്പോൾ അത്ര രസകരമായ സാഹചര്യത്തിലല്ല, തൃപ്തികരമായ സാഹചര്യത്തിലല്ല പോകുന്നത്. അപ്പോൾ ലീഗിനോട് വിരോധമുള്ള സമസ്ത അണികളുടെ വോട്ട്, AK വിഭാഗത്തിൻ്റെ വോട്ടും KS ഹംസയ്ക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ UDFിൻ്റെ പാളയത്തിൽ, പ്രത്യേകിച്ച് ലീഗിൻ്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തുന്നത് ലീഗിലെ വോട്ടുകൾ തന്നെ സമാഹരിച്ചതാണ്. അതിന് KS ഹംസയുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. പക്ഷേ ഇത് ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷമേ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കൂ എന്നാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ നിലപാടുള്ളത്. പക്ഷെ നമുക്ക് അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇതൊരു ഭീഷണിയാകില്ല എന്ന തരത്തിൽ തന്നെയാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. KS ഹംസയ്ക്ക് പൊന്നാനിയിൽ ലീഗിനെ വിറപ്പിക്കാനാകില്ല എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. കാരണം അത്രമാത്രം വോട്ട് പിടിക്കാൻ ഹംസയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. ഈ ഒരു KS ഹംസയെ എന്തുകൊണ്ട് ലീഗ് പുറത്താക്കി എന്നത് കൃത്യമായ അണികൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ വോട്ടുകളൊന്നും തന്നെ ചോർത്താൻ കഴിയില്ല എന്നൊരു കണക്കൂട്ടലാണ് ലീഗിനുള്ളത്. ഒപ്പം തന്നെ ഈ ഇടതുപക്ഷ വോട്ടുകൾ മുഴുവൻ ഹംസയ്ക്ക് ലഭിക്കുമോ എന്നൊരു കണക്കുകൂടലോ. കാരണം നമുക്കറിയാം, കാലങ്ങളായിട്ട് ഈ പാർട്ടി ചിഹ്നത്തിൽ പൊന്നാനിയിൽ മത്സരിക്കുന്നില്ല. ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഒരു യുവ നേതാവ് മത്സരിക്കുന്നത് പൊന്നാനിയിലെ ഇടതുപക്ഷത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് ആവേശം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് വീണ്ടും പഴയ തന്ത്രത്തിലേക്ക് തന്നെ ഇടതുപക്ഷം പോകുന്നത് സ്വാഭാവികമായിട്ടും ഇടതു വോട്ടുകൾ മുഴുവൻ ഒരുപക്ഷെ ഹംസയ്ക്ക് ലഭിച്ചേക്കില്ല എന്നൊരു വിലയിരുത്തലും ലീഗിൻ്റെ ഭാഗത്തും ഉണ്ട്. ഇതിനാണെങ്കിലും ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ ലീഗിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നേരത്തെ ബിനോയ് വിശ്വം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലേക്ക്. CPIക്ക് 20 മണ്ഡലങ്ങളും പ്രസ്റ്റീജിയസാണ്. 20 CPIക്ക് എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഉചിതമായ അർഹരായ യോഗ്യരായ 20 ഉണ്ട്. CPIക്ക് 20, CPI LDF CPI അതെല്ലാം എക്സിക്യൂട്ടീവ് കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. എറണാകുളത്തെ സ്ഥാനാർത്ഥം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് CPM-ൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് KJ ഷൈൻ നേരത്തെ വാർത്തകൾ നിറഞ്ഞ സ്ഥാനാർത്ഥി ന്യൂസ് 18നോട് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് താനും ഇക്കാര്യം അറിഞ്ഞത്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ പ്രതികരിക്കാമെന്നും ഷൈൻ വ്യക്തമാക്കി. എറണാകുളം മണ്ഡലത്തിലെ CPM ലോക്സഭാ സ്ഥാനാർത്ഥി KJ ഷൈനാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. ടീച്ചറെ നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു വന്നത്. വടക്കംപറവൂരിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്? ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് ഒരു തീരുമാനം വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഞാനും അതറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിച്ചത്. അല്ലാതെ പാർട്ടി തീരുമാനിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എറണാകുളത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന KJ ഷൈനാണ്
ന്യൂസ് 18നോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസ് 18 അവരുടെ പ്രതികരണം തേടിയത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, മലബാറിൽ കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് CPM രംഗത്തിറക്കിയിരിക്കുന്നത്. മറുവശത്തും കോൺഗ്രസിന്റെ സിറ്റിംഗ് MP-മാരൊക്കെ അവിടെ പ്രവർത്തനം നടത്തി മികവ് തെളിയിച്ചവരാണ്. BJPയുടെ പട്ടിക വരുന്നേ ഉള്ളൂ. പക്ഷേ മലബാറിൽ കാര്യമായി BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ ഇല്ല താനും. എന്ത് പ്രതീക്ഷിക്കണം ഈ പോരാട്ടം അങ്ങോട്ട് കനക്കുമ്പോൾ? രഞ്ജിത്ത്, തീർച്ചയായും ഉശിരൻ പോരാട്ടങ്ങൾ ഇത്തവണ നടക്കുന്ന ഇടമായി മലബാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ CPM-ന്റെ സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം മറ്റു മണ്ഡലങ്ങളിൽ കുത്തക മണ്ഡലങ്ങളെ പോലെ 2-3 വർഷമൊക്കെ ആയിട്ട് വിജയിക്കുന്ന ഇടങ്ങൾ, കോഴിക്കോട്ട് MK രാഘവനായാലും മുരളീധരൻ കഴിഞ്ഞ തവണ വടകരയിൽ നേടിയ വിജയമായെങ്കിലും കണ്ണൂരിൽ K സുധാകരൻ്റെതായാലും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനായാലും മികച്ച മാർജിനിൽ നേടിയ വിജയങ്ങളാണ്. ഒപ്പം ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം ആ സമീപ ജില്ലകളിൽ കൂടി വരും എന്നതാണ് വാസ്തവം. എന്തായാലും തവണ CPM മറുപടി നൽകാൻ ഒരുങ്ങുന്നത് അതാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ആരോഗ്യമന്ത്രിയായ KK ശൈലജ ടീച്ചർ K മുരളീധരനെ നേരിടാൻ ഒരുങ്ങുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം. ഇതിൽ K മുരളീധരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ശൈലജ ടീച്ചറാണ് വരുന്നതെങ്കിൽ കരുത്തയായ സ്ഥാനാർത്ഥിയാണ്. ഒരു ഉശിരുള്ള പോരാട്ടം നടക്കുന്ന ഇത്തരം നല്ല വലിയ മത്സരങ്ങളാണ് തനിക്കും ഇഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് എതിരാളിയെക്കുറിച്ചുള്ള ഒരു ആദരവ്. ഈ CPM-ന്റെ സംഘടനാ പ്രശ്നങ്ങൾ, ഒപ്പം TP ചന്ദ്രശേഖരൻ വധം ഉയർത്തിയ തുടർചലനങ്ങൾ, ഇവയാണ് വടകര മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയായി CPM-ന് മാറിയത്. എന്തായാലും ശൈലജ ടീച്ചർ എത്തുമ്പോൾ അത്തരം നിഷേധാത്മക വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ആ പാർട്ടിയുടെ ഒരു മുഖം എന്നതിൽ ഉപരി ഒരു കേരള MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഉശിരൻ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാനൊക്കെയാണ് മലബാറിലെ മിക്ക മണ്ഡലങ്ങളും. കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയാണ് കളം പിടിക്കാൻ ഒരുങ്ങുന്നത് പ്രമുഖ കക്ഷികൾ. നമുക്ക് മറ്റൊരു